വെൽക്കം ടു മൈ സ്പൈസി ഫുഡ്. നമുക്കിന്ന് കുഴിപ്പണിയാരം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലും കുഴപ്പമില്ല. അതിനുശേഷം പാൻ ചൂടായതും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടെ ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്താണ്, പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ്, ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 1/4 ഭാഗം തേങ്ങ ചിരുവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളത് തലേ ദിവസം അരച്ച് വെച്ച ഇഡ്ഡലി മാവിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുളിച്ചിട്ടുള്ള മാവാണ്. അതിലിട്ടിട്ട് നമുക്ക് ഈ മസാല ഒന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്കൊരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം നന്നായി ചൂടായതും കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. കുഴി ഫുള്ളായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മാവും കാരണം വെന്ത് വരുമ്പോൾ മാവ് പൊങ്ങി വരും. അതുകൊണ്ട് 1/4 ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈവനിങ് സ്നാക്സായ കുഴിപ്പണിയാരം തേങ്ങ ചട്നിയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.